ഇതേ വേറൊന്നല്ല, ഇന്നൊരു പൊള്ളി വീട് കേട്ടോ. അതായത് വീടല്ല ശരിക്കത്, കടമുറിയാണ്. കടമുറി, അതായത് പൂക്കോട്ടുംപാടത്തു നിന്ന് കരുളായിലേക്ക് പോകുന്ന വഴിയിൽ. ഈ സ്ഥലത്തിന് പേരെന്താ? കോട്ടക്കാടൊന്നല്ല, ഉപ്പുവള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്താട്ടത് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ കടങ്ങളൊരു ഇത് ഒന്നുകൂടി നമുക്ക് കാണിച്ചു തരാം. കുറേ ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അതേപോലെ ഒന്ന് കറങ്ങിയിട്ട് അതേപോലെ ഒന്ന് തിരിച്ചു വരാം. ഇനി നേരെ പിടിച്ചു വണ്ടി ഇങ്ങനെ പതുക്കെ നൈസായിട്ട് ഇങ്ങനെ തിരിച്ചു കടകൾ. അടിപൊളി വൈബ് കേട്ടോ. കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ട്. ഞങ്ങൾ അടിപൊളി. ഒരു പൊളി വൈബ് കേട്ടോ. എന്താ രസം കാണാനൊക്കെ. അതായത് അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് കേട്ടോ. അതായത് എല്ലാവർക്കും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഇതിൻ്റെ ഉള്ളിൽ പണ്ടത്തെ ഒരു കടമുറികളൊക്കെയാണിത്. അതായത് ഒരുപാട് കടമുറികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. ഇപ്പോൾ ഇതിൽ റേഷൻ കടയൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇത് ഞാനിവിടെ നിന്ന് നിൽക്കുമ്പോൾ വണ്ടികൾ ഒരുപാട് ഇതിൽ വരുന്നുണ്ട്. റോഡിൽ നിന്ന് ഒരുപാട് ദൂരത്ത് നിന്ന് ഇത് കാണുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി ഇതിൽ നല്ലോണം ഉണ്ട്. ഇതാണ് ഞങ്ങൾ പൊതുവിതരണ കേന്ദ്രം. നമ്മുടെ ഇപ്പോൾ ഇതിൽ റേഷൻ കട ഉണ്ട്. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്നുള്ള കറക്റ്റ് വ്യക്തമല്ല. വ്യക്തമാണോ? അല്ല. പക്ഷെ എന്താ എഴുതിക്കണേ? എന്താ എഴുതിയാന്ന് മനസ്സിലാവണില്ല കേട്ടോ. കറക്റ്റ് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പുറത്തെ സൈഡ് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ആ സംഭവമാണ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്. ഇതിപ്പോൾ ഒരാളോട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ബാക്കിലൊക്കെ നമ്മളാ പഴമ നിറഞ്ഞു നിൽക്കുന്ന, അതായത് വെട്ടുകല്ല് അതേപോലെ നമ്മുടെ വീടൊക്കെ ചെയ്ത പോലെ വെട്ടുകല്ല് അതേപോലെ തന്നെ നിലനിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിലേക്ക് ഇതേപോലെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ ഇതാക്കുന്ന ഒരു മോഹൻലാലിനെ ആരോ വരച്ച് വെച്ചിരിക്കുന്നു. മോഹൻലാലിനെ അല്ലേ? കരിഞ്ഞ മോഹൻലാലല്ലേ? ഇതവിടെ ഒരു പണ്ടത്തെ ഒരു കിണർ കേട്ടോ. പണ്ടത്തെ നമ്മുടെ പാമ്പീരി കീറിയിട്ടുള്ള കിണർ. അത് അതേപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. വെള്ളം പിന്നെ തെളിഞ്ഞല്ല, പിന്നെ ചുമന്ന വെള്ളം ഉണ്ടാവും അല്ലേ? ഇതെന്താ റീൽപ്പാളോ ആണ് അല്ലേ? അല്ല, വെറുതെ ഒരു കമ്പി, ഇത്രേ ഉള്ളൂ. എന്തായാലും നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്, കുറേ ചിത്രങ്ങൾ. ഇവിടെ ഒരു മോഹൻലാലിനെ ഇവിടെയും വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാരത്? മോഹൻലാൽ പ്രേമിയാണല്ലോ, ഫുള്ള് മോഹൻലാലാണ് ഇത്. നമുക്ക് ആ കഴിഞ്ഞ് ഉള്ളിലേക്ക്, അതായത് ഞാൻ അടുക്കള ഭാഗത്ത് കൂടെ വരികയാണ് വിചാരിക്കല്. ബാക്കൊന്ന് കാണിച്ചു തരാം. ബാക്കിൽ ഇവിടെ എന്തൊക്കെയോ മരത്തിൻ്റെയൊക്കെ പണി നടക്കേണ്ടി തോന്നുന്നുണ്ട്. ഇത് ബാക്ക് വശമാണ്. ഞാൻ ഈ ബാക്ക് കാണിക്കാനുള്ള കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഭംഗി, അതായത് നമ്മുടെ ആ പഴമ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വെട്ടുകല്ലിൻ്റെ ഗാംഭീര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിച്ചത് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. അതായത് ഇവിടെ ഒന്നും തേച്ചിട്ടില്ല, നമ്മളെ പഴയ ആ ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് തന്നെ പോകാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു. ഫ്രണ്ടിലുള്ള കാഴ്ചകൾ പറഞ്ഞാൽ നേരെ വന്നിട്ട് ഇവിടെ കുറച്ച് കടമുറികളാണുള്ളത്. ഇപ്പോൾ കടമുറികൾ ഇതൊക്കെ പുതിയ മോഡൽ തന്നെ ആക്കിയിട്ടുണ്ട്. അതായത് എല്ലാം ഷട്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൽ ഷട്ടർ ആയിരുന്നില്ല, അത് ഓരോരോ മരത്തിൻ്റെ പലക പോലെ ആയിരുന്നു. അതാ ഇത് മരത്തിൻ്റെ പലക തന്നെയാണ് കേട്ടോ. ഞാനത് ഷട്ടറാണ് ചോദിച്ചു കണ്ടപ്പോൾ. ഇതിപ്പോൾ പഴയ ആ ഒരു രീതിയിൽ തന്നെയാണുള്ളത്. നമ്മുടെ റേഷൻ കട മരത്തിൻ്റെ പലക, ഓരോരോ പലക ഇങ്ങനെ തുറന്നെടുക്കുന്ന രീതിയിൽ തന്നെയാണുള്ളത്. ഇപ്പുറത്തെ ഒരു ഷട്ടർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ രണ്ട് ഭാഗത്തേക്കും 2 ഷട്ടറുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മോഹൻലാലിനെ 2 രീതിയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര മോഹൻലാൽ പ്രേമിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് തോന്നുന്നുണ്ട്. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2002 ഇതാട്ടത്. ഞങ്ങൾ 2002 നമ്മുടെ വീട്ടു നമ്പറാണ്. വാതിലൊക്കെ പഴയ ആ വാതിൽ തന്നെയാണ്. മേലെ ഇതിൻ്റെ മച്ച് വന്നിട്ടുള്ളത് ഫുള്ള് കുരുടീസാണ്. കുരുടീസിൻ്റെ ഇത് വെച്ചിട്ടാണ് മച്ച് മൊത്തം ചെയ്തിട്ടുള്ളത്. മരത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുരുടീസൊക്കെ ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഒക്കെ നമ്മുടെ പട്ടികയ്ക്ക് പകരം സാധാ കമ്പിയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് ഒരു റൂം എന്തോ ഉണ്ട്. ആ റൂം ഇവിടെ പഴയ റൂം തന്നെയാണ്. ഇത് തുറന്നിട്ടില്ല, അടച്ചിടക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്കൊന്ന് പോയാം. മേലെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ പഴയ രീതിയിലുള്ളൊരു കാര്യങ്ങൾ കാണിച്ചു തരാം.
ഇത് പണ്ടത്തെ ഉപ്പും വരെയാണ് ഇത്ര. അതായത് നമ്മുടെ പണ്ട് ഇവിടെ ഒരു പലചരക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ഏരിയ ഇത്ര ഈ ഒരു കാണുന്നത്. ഇവിടെ ഒരു കോണിയുണ്ട്, നമ്മുടെ മുകളിലേക്ക് പോകാനുള്ളൊരു കോണിയുണ്ട്. ഈ കോണി കയറി പോകുമ്പോൾ നമുക്ക് മുകളിൽ ഒരു അടിപൊളി സംഭവം കാണാനുണ്ട്. വേറൊന്നുമല്ല, 1962 അവിടെ എന്താ പറയുക കൊത്തി വെച്ചിരിക്കുക. ഇവിടെ കയറി ചെല്ലുമ്പോൾ ഇവിടെ വാതിലടച്ചിട്ടുണ്ട്. ഇതിൽ ആളുണ്ടോയെന്ന് അറിയില്ല. ഇതിലിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇവിടെ അങ്ങോട്ടൊരു വഴിയുണ്ട്. ഇവിടെ ചെരുപ്പ് ഊരിയിട്ട് കയറാം നമുക്ക്. ഇവിടെ ഇവർ താമസിക്കുന്ന റൂമാണ്. വിശാലമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ. അതായത് നല്ലൊരു വരാന്തയായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്, ആ റൂം അടച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ 2002 അതിപ്പോഴും അതേപോലെ ഉണ്ട്. 2008 2009 ഉണ്ട്, പിന്നെ 2011 2012 ഉണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ അല്ലല്ലോ, നമ്പർ അടിക്കുന്നതൊക്കെ വേറെ രീതിയല്ലേ. ഇവിടെയൊക്കെ എന്തൊക്കെയോ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പഴയ കുറേ, എനിക്ക് തോന്നുന്നു കുറേ ആളുകളൊക്കെ താമസിക്കാൻ വന്ന റൂമുകളൊക്കെ ആയിരിക്കും ഇവിടെ. SRS 12 ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പണ്ടത്തെ വീട്ടു നമ്പറാണ് ഇത്ര. ഇതൊക്കെ പഴയ കാലത്തുള്ള കേട്ടോ. അതായത് അതെ ഒരുപാട് വർഷത്തിലല്ലേ. ഇത് 2002 2011 2009 212. ഇവിടെ ഒരു പഴയ ജനലുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കാം നമുക്ക്. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ മച്ചാണ് കേട്ടോ, മരത്തിൻ്റെ മച്ച തന്നെയാണ്. അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതൊക്കെ മരത്തിൻ്റെ മച്ച തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടേക്ക് വരുമ്പോൾ ആ റൂമൊക്കെ അടച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഇവിടെ ഒരു റൂം ഇവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ജോലിക്കാർക്ക് താമസിക്കാനുള്ളതാണ്. അവരുടെ റൂമാണ് ഈ കാണുന്നത്. അത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി അതൊന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. നല്ല രസത്തിൽ തന്നെ. അതായത് ഇതിൽ പുകയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അടുപ്പ് എന്തെങ്കിലും കത്തിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഒരു ജനൽ നമുക്ക് തുറന്നു നോക്കാം. പണ്ടത്തെ ഒരു ജനൽ. ആഹാ, സൂപ്പറല്ലേ? സൂപ്പറല്ലാതെ ഇവിടെ പോകാനല്ലേ, അടിപൊളി. എൻ്റെ കയ്യേൻ്റെ ഉള്ളിൽ കൊടുക്കും കഴിഞ്ഞ ഭാഗ്യം. അയ്യോ. അപ്പോൾ എന്തായാലും സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾ കാണാത്ത വേറൊന്നുമില്ല. ഇവിടെ ഇരുന്ന് വരാന്തയിൽ ഇരുന്നിട്ട് നമ്മുടെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. വിശാലമായിട്ടുള്ള റോഡ് പരന്ന് കിടക്കുന്നത്. അതായത് അത്രയും ദൂരത്തു നിന്ന് വണ്ടിയൊക്കെ വരുന്ന കാണാം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ട് ഇവിടെ ഇങ്ങനെ റോഡൊന്നും ഉണ്ടായിരിക്കില്ല. ഇല്ലല്ലോ. ഇത് പണ്ട് കാലത്ത് റോഡൊന്നുമില്ല. ഇത് പിന്നീട് കാലക്രമേണ വന്ന റോഡാണിത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക്